ഹലോ ഫ്രണ്ട്സ്, ടിപ്സ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ വീഡിയോസൊന്നും ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. അതിന് കാരണം ജോലി തിരക്കും മറ്റുള്ള തിരക്കുകളും സമയക്കുറവും അതൊക്കെ കാരണം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഴയതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തന്ന സപ്പോർട്ടിലാണ് നമ്മൾ എല്ലാ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക്. എന്തായാലും വരും ദിവസങ്ങളിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടികളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഇവിടെ കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് പരിശോധിക്കാം. മിക്ക സുഹൃത്തുക്കളും ഇപ്പോഴും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ ഫേസ്ബുക്ക് പേജിലുമൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു സംശയത്തിൻ്റെ മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള ഒരു വീഡിയോ, ആ വീഡിയോൻ്റെ അകത്ത് വല്ല മ്യൂസിക് അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഏതെങ്കിലും ഓഡിയോ നമുക്ക് എങ്ങനെയാണത് റിമൂവ് ചെയ്യാൻ സാധിക്കുക, അതിനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഇവിടെ കാണാം, നമുക്ക് കൈൻ മാസ്റ്റർ. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വീഡിയോയിൽ നിന്നും ഓഡിയോ റിമൂവ് ചെയ്യാൻ മാത്രമല്ല, ഈ ഒരു ആപ്ലിക്കേഷൻ സാധാരണ നമുക്കൊരു പ്രൊഫഷണൽ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് തന്നെ ഇതിനെ പറയാം. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ സാധിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് മുഴുവനായിട്ട് ഞാൻ ഒരു പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രോ വേർഷനാണ് വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരസ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടർമാർക്കും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രലായിട്ടൊരു റെഡ് സർക്കിളിൽ കൂടെ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം താഴെ കാണുന്ന MT പ്രൊജക്റ്റ് എന്നുള്ളത് കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് മുകളിൽ കാണുന്ന മീഡിയ ബ്രൗസർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള എല്ലാ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന ഈ ഒരു ടിക്ക് ഐക്കൺ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ പ്ലേ ചെയ്യുകയാണ്. വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ഓഡിയോ കൂടി പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓഡിയോ ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഓഡിയോ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് ഒരു സിസേഴ്സ് കത്രികയുടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്ക് കാണാം എക്സ്ട്രാക്ട് ഓഡിയോ എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ആ ഒരു ഓഡിയോ മാത്രമായിട്ട് വന്നിട്ടുണ്ടാകും. ആ ഒരു ഓഡിയോ നമ്മളിവിടെ താഴെയായിട്ട് ഈ ഒരു നീല നിറത്തിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടതുവശത്തായിട്ട് നമുക്കിവിടെ ഒരു ഡിലീറ്റ് ഐക്കൺ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓഡിയോ ഇവിടെ നിന്നും ഡിലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാണ്. ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു ഓഡിയോയും കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വീഡിയോ നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യുക? അതിനായിട്ട് ഇടതുവശത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഷെയർ ഐക്കൺ കാണാൻ സാധിക്കും. ഈ ഒരു ഷെയർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നമുക്ക് സേവ് വീഡിയോ ടു ഗാലറി എന്നുള്ള ഭാഗം കൂടി സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനാണ്, ഹൈ ഡെഫിനിഷൻ അതുപോലെ തന്നെ ലോ ക്വാളിറ്റി. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ക്വാളിറ്റി ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് കാരണം എനിക്ക് ഈ ഒരു വീഡിയോ ഗാലറിയിലേക്ക് ഇപ്പോൾ സേവ് ചെയ്യാൻ സാധിക്കില്ല. അതൊരു എററായിട്ടാണ് കാണിക്കുക. എന്തായാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓൾറെഡി ഞാൻ ഈ ഒരു വീഡിയോയുടെ ഓഡിയോ റിമൂവ് ചെയ്തിട്ട് ഓൾറെഡി ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യുന്ന സമയത്ത് എററാണ് കാണിക്കാൻ സാധ്യത. എന്തായാലും എററാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോയുടെ ഓഡിയോ റിമൂവ് ചെയ്തത് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഇതുപോലെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു വീഡിയോയുടെ ഓഡിയോ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.